വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. ജയസിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് നിയമിതനായ പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ രാജിവെച്ചു. ഡോക്ടർ PC ശശീന്ദ്രനാണ് ഗവർണർക്ക് രാജിക്കത്ത് നൽകിയത്. 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ച നടപടി വിവാദമായതിനെ തുടർന്നാണ് രാജി. വ്യക്തിപരമായ കാരണങ്ങളാണ് രാജിക്ക് കാരണമെന്നാണ് കത്തിൽ പറയുന്നത്. ജയസിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് 33 വിദ്യാർത്ഥികളെ ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ 31 പേർ ഒന്നാം വർഷ വിദ്യാർത്ഥികളും 2 സീനിയർ വിദ്യാർത്ഥികളും ഉൾപ്പെടും. സിദ്ധാർത്ഥനെ വിചാരണ ചെയ്യുകയോ മർദ്ദിക്കുകയോ ചെയ്യാത്തവരാണ് ഇവരെന്ന് ആന്റി റാഗിംഗ് സെല്ലിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. കാലാവധി പൂർത്തിയായതോടെ ഇവർ നൽകിയ അപ്പീൽ പരിഗണിച്ച് സസ്പെൻഷൻ വൈസ് ചാൻസലർ പിൻവലിച്ചു. ഇത് രാഷ്ട്രീയ വിവാദമായി. വൈസ് ചാൻസലർ കേസ് അട്ടിമറിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഇതിന്റെ അകത്ത് പെട്ടിരിക്കുന്ന ഉന്നതരായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ടാണ് ഈ നടപടി ചെയ്തിരിക്കുന്നത്. അതിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി സർവകലാശാല അധികൃതരും സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ കാര്യങ്ങളാണ് കാണുന്നത്. സംഭവത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ റിപ്പോർട്ട് തേടുകയും സസ്പെൻഷൻ പിൻവലിച്ച നടപടി റദ്ദാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് രാജി. നിയമാനുസൃതമായാണ് ഇടപെട്ടതെന്ന് വൈസ് ചാൻസലർ ഗവർണർക്ക് വിശദീകരണം നൽകി. വ്യക്തിപരമായാണ് രാജിയെന്നും കത്തിൽ പരാമർശമുണ്ട്. വിവിധയിടങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് രാജിക്ക് കാരണമെന്നാണ് സൂചന. അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സിദ്ധാർത്ഥന്റെ കുടുംബം രംഗത്തെത്തി. പിതാവ് ജയപ്രകാശ് രാജ്ഭവനിലെത്തി ഗവർണറെ നേരിൽ കണ്ട് പരാതി അറിയിച്ചു. 33 സസ്പെൻഡ് ഒരു കാരണമില്ലാതെ VC തിരിച്ചെടുത്തു. ആരോട് വിശദീകരണം പോലും ചോദിച്ചില്ല. ഇതൊക്കെ ഡെയിലി കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അത് എൻ്റെ വിഷമം കൂടെ അറിയിക്കണമല്ലോ. ചാൻസലറിനെ ഒന്ന് അറിയിക്കണം. അല്ല, ഗവർണറെക്കാളുപരി അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിയെ കണ്ട അന്നു തന്നെ സർക്കാർ വിജ്ഞാപനമിറക്കിയിരുന്നു. കേസ് ഏറ്റെടുക്കുന്നതിൽ CBI തീരുമാനം വൈകുകയാണ്. 24 വയനാട്. കാളികാവ് ഉദരംപൊയിൽ 2 വയസ്സുകാരി നേരിട്ടത് അതിക്രൂര മർദ്ദനം. കുട്ടിയുടെ തലയിലും നെഞ്ചിലുമേറ്റ പരുക്കാണ് മരണകാരണം. കുട്ടിയുടെ തലച്ചോർ ഇളകിയ നിലയിലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയുടെ പിതാവ് മുഹമ്മദ് ഫായിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടി മരിച്ചിക്കണ്, എന്താ സംഭവിച്ചു വെച്ച് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കൊല്ലി കുടുങ്ങിയതാന്ന്. പറഞ്ഞു ഇഞ്ചു കുട്ടിക്ക് കൊല്ലി കുടുങ്ങിയിട്ടില്ല, ഇഞ്ചു കുട്ടിക്ക് ഒരു അസുഖമല്ല, ഇഞ്ചു കൊന്നതന്നെ ഈ കറഞ്ഞു കുട്ടിനെ പറഞ്ഞിട്ടല്ല ഇവിടുന്ന് കൊണ്ടുപോയിട്ട്. മരിച്ച ഫാത്തിമ നസറിന്റെ മാതാവിന്റെയും ബന്ധുക്കളുടെയും ആരോപണം ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പിതാവ് മുഹമ്മദ് ഫായിസിന്റെ മർദ്ദനത്തിൽ കുഞ്ഞിന്റെ തലച്ചോറിളകി. തലയിൽ രക്തം കട്ടപിടിച്ച നിലയിലും വാരിയലുകൾ തകർന്ന അവസ്ഥയിലുമായിരുന്നു. കുട്ടിയുടെ തലയിലും നെഞ്ചിലുമേറ്റ പരിക്കുകളാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പോലീസ് കസ്റ്റഡിയിലുള്ള പിതാവ് മുഹമ്മദ് ഫായിസിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഫാത്തിമ നസ്റിനെ അബോധാവസ്ഥയിൽ മുഹമ്മദ് ഫായിസ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചത്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ബോധം പോയതാണെന്നാണ് ഡോക്ടേഴ്സിനോട് പറഞ്ഞത്. എന്നാൽ കുട്ടിയെ പരിശോധിച്ചപ്പോൾ മരണം സ്ഥിരീകരിച്ചു. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ക്രൂരമർദ്ദനം നടന്നതിന്റെ തെളിവ് ലഭിച്ചത്. നേരത്തെ മുഹമ്മദ് ഫായിസിനെതിരെ ഭാര്യ ഷഹബത്ത് നൽകിയ പരാതി ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഇവന്റെ പേരിൽ ആദ്യം കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മുമ്പായിട്ട് തന്നെ ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മയാണെങ്കിലും ഇവന്റെ പെങ്ങളാണെങ്കിലും ഫോൺ വിളിച്ചിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി വീട്ടിലൊക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് എല്ലാവരും വരുമ്പോഴത്തേന് ഇവര് അവിടുന്ന് വണ്ടി എടുത്ത് പോവുക, പിന്നെ ഫോൺ വിളിച്ചിട്ട് അനാവശ്യം പറയാ. 24 മലപ്പുറം. ഗസയിൽ ഉടൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് UN രക്ഷാസമിതിയിൽ പ്രമേയം. മുൻ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി പ്രമേയം വീറ്റോ ചെയ്യാതെ അമേരിക്ക വിട്ടുനിന്നു. ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ ചൊല്ലി അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഭിന്നത വർദ്ധിക്കുന്നതിന്റെ സൂചനയാണ് US-ന്റെ ഈ നീക്കം. ഗസയിൽ കൂടുതൽ സഹായം എത്തിക്കാൻ അമേരിക്ക ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം തടയണമെന്ന പ്രതിപക്ഷ പരാതിയിൽ ഇടപെടാനൊരുങ്ങി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏജൻസികൾക്കും സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ നൽകും. നിഷ്പക്ഷത ഉറപ്പാക്കാൻ നടപടിയുണ്ടാകുമെന്ന് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ പരാതിയിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടൽ. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും റെയ്ഡ് അടക്കമുള്ള നടപടികളിലൂടെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമം നടത്തുന്നുവെന്നാണ് പരാതി.
ചോദ്യക്കോഴ വിവാദത്തിൽ മഹുവ മൊയ്ത്രയുടെ വസതിയിലെ റെയ്ഡിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസും ഇതേ പരാതി ഇലക്ഷൻ കമ്മീഷന് നൽകിയിരുന്നു. ഏജൻസികളുടെ പ്രവർത്തനങ്ങളിൽ നേരിട്ടിടപെടാൻ പരിമിതികളുള്ള പശ്ചാത്തലത്തിൽ നിഷ്പക്ഷത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കും കർശന മാർഗനിർദ്ദേശം നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം. മാർഗനിർദ്ദേശങ്ങളുടെ കരട് തയ്യാറാക്കാൻ ആരംഭിച്ചെന്നാണ് വിവരം. കേന്ദ്ര ഏജൻസിയുടെയും ഉദ്യോഗസ്ഥരുടെയും വാർത്താക്കുറിപ്പുകളിലും പ്രതികരണങ്ങളിലും നിഷ്പക്ഷത ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും സമാനമായ മാർഗനിർദ്ദേശം ഏജൻസികൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. 24 ഡൽഹി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അന്വേഷണത്തോട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സഹകരിക്കുന്നില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മദ്യനയ രൂപീകരണ സമയത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ എവിടെയെന്ന ഇഡിയുടെ ചോദ്യത്തോട് മറന്നുപോയി എന്ന മറുപടിയാണ് അരവിന്ദ് കെജ്രിവാൾ നൽകിയത്. കസ്റ്റഡിയിലിരിക്കെ കെജ്രിവാൾ ഇറക്കിയ ഉത്തരവിലും ഇഡി അന്വേഷണം ഊർജിതമാക്കി. കെജ്രിവാളിന്റെ അറസ്റ്റിൽ സമൂഹമാധ്യമങ്ങളിൽ ആം ആദ്മി പാർട്ടി പിന്തുണ തേടി. മദ്യനയ അഴിമതി കേസിൽ സമൻസുകൾ അവഗണിച്ച കെജ്രിവാൾ നിലവിലെ അന്വേഷണത്തോടും സഹകരിക്കുന്നില്ലെന്നാണ് ഇഡി വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി കെജ്രിവാൾ നൽകുന്നില്ല എന്നും ഇഡി ആരോപിക്കുന്നു. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കസ്റ്റഡി കാലാവധി കഴിയുമ്പോൾ കോടതിയിൽ കൂടുതൽ ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് ഇഡി നീക്കം. കെജ്രിവാൾ ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുന്നുണ്ട്. ജയിലിൽ കഴിയുന്ന കെജ്രിവാളിന് യാതൊരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ഇഡി കേന്ദ്രങ്ങൾ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് ബിജെപി ഉയർത്തുന്ന ആരോപണം. കെജ്രിവാളിന്റെ കോലം കത്തിച്ചും ബിജെപി പ്രവർത്തകർ പ്രതിഷേധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്നതിനായി ആം ആദ്മി പാർട്ടി വെബ്സൈറ്റ് പുറത്തിറക്കി. രാജ്യത്തെ സംരക്ഷിക്കാനാണ് പോരാട്ടമെന്ന് മന്ത്രി അതിഷി പ്രതികരിച്ചു. सभी आम आदमी पार्टी के नेताओं की और कार्यकर्ताओं की डीपी कि मोदी का सबसे बड़ा डर केजरीवाल है। तो मैं आज देश के सभी लोगों से अपील करना चाहती हूं कि आप अगर अरविंद केजरीवाल का समर्थन करते हैं, इस तानाशाही के खिलाफ जो लड़ाई है उसमें अपनी आवाज उठाना चाहते हैं. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് ആം ആദ്മി പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നുണ്ട്. പ്രതിഷേധ പ്രകടനങ്ങൾ കണക്കിലെടുത്ത് ഡൽഹിയിൽ ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 24 ഡൽഹി. കോൺഗ്രസിന്റെ അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. 6ാം ഘട്ട പട്ടികയിലും ഇരു മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടതോടെ ഇവിടെ ആര് മത്സരിക്കുമെന്ന ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ്. രാജസ്ഥാൻ, തമിഴ്നാട് സീറ്റുകളിലെ 5 സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് തലവേദനയായി നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. രാജസ്ഥാനിലെ കോട്ട, അജ്മീർ, ഭിൽവാഡ, രാജ്സമന്ദ്, തമിഴ്നാട്ടിലെ തിരുനെൽവേലി സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ബിജെപി വിട്ടുവന്ന പ്രഹ്ലാദ് ഗുഞ്ചാർ രാജസ്ഥാനിലെ കോട്ടയിൽ സ്ഥാനാർത്ഥിയാകും. അതേസമയം അമേഠിയിലും റായ്ബറേലിയിലും സസ്പെൻസ് തുടരുകയാണ്. 6ാം പട്ടികയിലും ഇരു മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടതോടെ മണ്ഡലത്തിലേക്ക് ആരെത്തും എന്ന ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ്. നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലം ഉപേക്ഷിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുമെന്ന് ഒരു വിഭാഗം നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേഠി നേരത്തെ നഷ്ടമായതാണെങ്കിലും ഇത്തവണ സോണിയ മത്സരരംഗത്ത് നിന്ന് മാറിയ സാഹചര്യത്തിൽ പ്രിയങ്ക എത്തിയില്ലെങ്കിൽ റായ്ബറേലിയും കൈവിട്ടുപോകുമെന്നാണ് പ്രവർത്തകരുടെ ആശങ്ക. സിറ്റിംഗ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം വൈകുന്നതിൽ ഒരു വിഭാഗം അതൃപ്തിയിലാണ്. നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അസമിൽ നവോബോയ്ഷ MLA ഭരത് നാരഹാണ് ഒടുവിൽ പാർട്ടി വിട്ടത്. ബിജെപിയിലേക്കാണെന്നാണ് സൂചന. 24 ഡൽഹി. അവശേഷിച്ച 4 മണ്ഡലങ്ങളിൽ കൂടി ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായി. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന 3 മണ്ഡലങ്ങളിലടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാണ്. ജയസാധ്യത പരിഗണിക്കാതെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ വയനാട്ടിൽ ഇറക്കി കരുത്ത് കാണിക്കാനാകുമെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ വേഗത്തിൽ നടത്തി തിരഞ്ഞെടുപ്പിൽ ആദ്യം കളം പിടിച്ചത് ഇടതുമുന്നണിയാണ്. പിന്നാലെ വന്ന UDF ആകട്ടെ തൃശൂരിൽ കെ മുരളീധരനെ അടക്കമിറക്കി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. BJP 4 മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ 20 മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളായി. സ്ഥാനാർത്ഥികളെയും വോട്ട് കണക്കും പരിശോധിക്കുകയാണെങ്കിൽ 3 മണ്ഡലങ്ങളിൽ ത്രികോണ പോരാകും ഇക്കുറി നടക്കുക. തൃശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലും. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇറക്കിയെന്ന പ്രചരണത്തിലാണ് BJP ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം. ജയസാധ്യത കുറവാണെങ്കിലും രാഹുൽ ഗാന്ധിക്കെതിരെ പരമാവധി വോട്ടുകൾ സമാഹരിക്കുകയാണ് BJP ലക്ഷ്യം. സിറ്റിംഗ് MPയും KPCC അധ്യക്ഷനുമായ K സുധാകരനെ കണ്ണൂരിൽ അട്ടിമറിക്കാനാണ് CPMന്റെ നീക്കം. പൗരത്വ നിയമം പരമാവധി ചർച്ചയാക്കുന്നുണ്ട് LDF ക്യാമ്പ്. കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ സമീപനവും കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലെ ഇടതുമുന്നണിയുടെ പ്രധാന ചർച്ചകളാണ്. പിണറായി സർക്കാരിന്റെ ജനദ്രോഹ സമീപനങ്ങളും മാസപ്പടി വിവാദവും ദൂർത്തും ഉൾപ്പെടെ UDF ഉയർത്തുന്നു.
BJP-യുമായുള്ള ബാന്ധവം ഇടതു വലത് മുന്നണികൾ ഒരേപോലെ ആരോപിക്കുന്നു. പത്മജ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ കൂടുമാറ്റമാണ് BJP-യുടെ പ്രധാന രാഷ്ട്രീയ ആയുധം. 24 തിരുവനന്തപുരം. കിഴക്കമ്പലത്തെ 2020 മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമാണ് മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം നടത്തിയതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. തെരഞ്ഞെടുപ്പിൽ രക്ഷിതാക്കൾ വോട്ട് ചെയ്യുമെന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങുന്നത് നിർത്തിവെക്കാൻ കാസർഗോഡ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഈ മാസം 21-നായിരുന്നു 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് കിഴക്കമ്പലം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനോട് ചേർന്ന് മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത്. 80% വിലക്കുറവിൽ മരുന്നുകൾ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമാണ് മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനമെന്ന് ചൂണ്ടിക്കാട്ടി കിഴക്കമ്പലത്തെ പ്രദേശവാസികളിൽ ചിലരാണ് പരാതി നൽകിയത്. ജില്ലാ കളക്ടറുടെ പരിശോധനയിൽ 2020യുടെ ചിഹ്നം ബില്ലിലും മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെട്ട ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലും ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തി. തുടർന്ന് മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടാൻ കളക്ടർ NSK ഉമേഷ് നിർദ്ദേശം നൽകി. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോയും പോസ്റ്ററുകളും സമൂഹമാധ്യമങ്ങളിൽ നിന്നടക്കം പിൻവലിക്കാനും ഉത്തരവുണ്ട്. കാസർഗോഡ് വിദ്യാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം എഴുതി വാങ്ങുന്നത് നിർത്തിവെക്കാൻ ജില്ലാ കളക്ടറും നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി രക്ഷിതാവ് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുവരുത്താൻ സ്കൂളിൽ വിദ്യാർത്ഥികളെക്കൊണ്ട് സത്യവാങ്മൂലം എഴുതി വാങ്ങുന്ന ബോധവൽക്കരണ പരിപാടി വിവാദമായതോടെയാണ് നിർത്തിവെക്കാൻ സ്വീപ് നോഡൽ ഓഫീസർക്ക് ജില്ലാ കളക്ടർ K. ഇമ്പശേഖരൻ നിർദ്ദേശം നൽകിയത്. 24 കൊച്ചി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ച് ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥി V. മുരളീധരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച LDF. പ്രചാരണ ബോർഡുകളിൽ മതചിഹ്നം ഉപയോഗിച്ചുവെന്നാണ് പരാതി. പരാതിയെക്കുറിച്ച് അറിയില്ലെന്ന് V. മുരളീധരൻ പ്രതികരിച്ചു. തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഫ്ലെക്സിൽ മതചിഹ്നം ഉപയോഗിച്ചുവെന്ന് UDF പരാതി നൽകി. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ വർക്കലയിലാണ് മതചിഹ്നം പതിച്ച ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. പ്രധാനമന്ത്രിയുടെയും സ്ഥാനാർത്ഥിയുടെയും ചിത്രത്തോടൊപ്പമാണ് മതചിഹ്നവും ഉള്ളത്. ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ച LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. CPIM ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള C. ജയൻ ബാബുവാണ് കമ്മീഷനെ സമീപിച്ചത്. പരാതികൾ ഉയർന്നതിന് പിന്നാലെ BJP പ്രവർത്തകർ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തു. LDF നൽകിയ പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചാൽ മറുപടി നൽകുമെന്നുമാണ് V. മുരളീധരന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെയും LDF കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. 24 തിരുവനന്തപുരം. M. മണിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി പ്രാദേശിക കോൺഗ്രസ് നേതാവ് OR ശശി. M. മണിയുടെ മുഖത്ത് നോക്കുന്നത് ചുട്ട കശുവണ്ടി നോക്കുന്നത് പോലെയാണ് എന്നായിരുന്നു പരാമർശം. മൂന്നാറിൽ നടന്ന UDF കൺവെൻഷനിലായിരുന്നു വിവാദ പരാമർശം. ഡീൻ കുര്യാക്കോസിന്റെ മാതാപിതാക്കൾക്ക് സൗന്ദര്യമുള്ളത് കൊണ്ടാണ് ഡീൻ കുര്യാക്കോസിന് സൗന്ദര്യമുണ്ടായത്. അത് മണി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, മണിയുടെ അപ്പൻ നല്ല ചക്കുക്കുരു പോലെ ഇരുന്നയാളാണല്ലോ മാധവശാന്തി, അല്ലേ? പിന്നെ എങ്ങനെയാ ഈ മാധവശാന്തിയുടെ മകൻ MM മണി ഈ ചുട്ട കശുവണ്ടി പോലെയായി പോയത് എന്ന് നിങ്ങൾ ആലോചിക്കേ. ഡീനിന്റെ മാതാവ് പ്രസവിച്ചത് നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില്ല. ഡീനെ പ്രസവിച്ചത് മണിയായി ഏതാണ്ട് പാറമടയില. ഗജവീരൻ കൊമ്പൻ മംഗലാംകുന്ന് അയ്യപ്പൻ ചരിഞ്ഞു. ചികിത്സയിലിരിക്കെയാണ് ആന ചരിഞ്ഞത്. തൃശൂർ പൂരം ഉൾപ്പെടെ ഉത്സവ പറമ്പുകളിലെ സജീവ സാന്നിധ്യമായിരുന്നു മംഗലാംകുന്ന് അയ്യപ്പൻ. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, തൃശൂർ പൂരത്തിലെ നിറസാന്നിധ്യമായിരുന്നു, കുറേ നാളുകളായി ചികിത്സയിലുമായിരുന്നു. എപ്പോഴാണ് അന്ത്യമുണ്ടായത്? അല്പസമയം മുൻപാണ് പൂരപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗജവീരൻ മംഗലാംകുന്ന് അയ്യപ്പൻ ചരിഞ്ഞു. കഴിഞ്ഞ ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു മംഗലാംകുന്ന് അയ്യപ്പൻ. തൃശൂർ പൂരത്തിലേക്ക് നിറസാന്നിധ്യമായിരുന്നു. ഒട്ടേറെ ഉത്സവപ്പറമ്പുകളിലൊക്കെ മംഗലാംകുന്ന് അയ്യപ്പൻ എത്താറുണ്ടായിരുന്നു. പക്ഷേ മോശം ആരോഗ്യത്തെ തുടർന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉത്സവത്തിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയായിരുന്നു. ചികിത്സയിലായിരുന്നു മംഗലാംകുന്ന് അയ്യപ്പൻ. അല്പസമയം മുൻപ് മംഗലാംകുന്ന് അയ്യപ്പൻ ചരിഞ്ഞു എന്ന ദുഃഖകരമായ വാർത്തയാണ് വന്നത്. മറ്റൊരു വാർത്ത, കോട്ടയം നാഗമ്പടത്ത് വാഹനാപകടം. സ്കൂട്ടറും കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. കോട്ടയം നീരുകാട് സ്വദേശി ബിനോയുടെ ഭാര്യ പ്രിയ ബിനോയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ബിനോയ് പരുക്കുകളോട് ചികിത്സയിലാണ്. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, വിശദാംശങ്ങൾ. അനുജ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഭർത്താവിന്റെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി കേക്ക് മേടിക്കാൻ പോകുമ്പോഴായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത്. ഈ വാഹനം
ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ എതിരെ വന്ന ഒരു ലോറിയുമായി ഇടിക്കുകയും അതിന്റെ സൈഡിൽ തട്ടുകയും മറിഞ്ഞ് ഈ ലോറിക്കടിയിലേക്ക് ഇരുവരും വീഴുകയായിരുന്നു. ഈ ഭർത്താവ് ബിനോയ്ക്ക് സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചു. എന്തായാലും പക്ഷേ ഇതിനിടയിൽ ഭാര്യ മരിക്കുകയായിരുന്നു. ഏറെ നേരം ആശുപത്രിയിൽ നല്ല ചികിത്സകളൊക്കെ നൽകിയിരുന്നു. പക്ഷേ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. എന്തായാലും മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോട്ടയം നാഗമ്പടത്ത് വാഹനാപകടം. സ്കൂട്ടറും കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് യുവതിക്ക് ദാരുണാന്ത്യമുണ്ടായത്. കോട്ടയം നീറുകാട് സ്വദേശി ബിനോയുടെ ഭാര്യ പ്രിയ മരണമടഞ്ഞു. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ബിനോയ് ചികിത്സയിലാണ്. കോട്ടയം കിടങ്ങൂരിൽ നിയന്ത്രണം വിട്ട കാർ പള്ളി പരിസരത്തേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് പരുക്ക്. കിടങ്ങൂർ സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെ സെന്റ് മേരീസ് പള്ളിമുറ്റത്താണ് അപകടം നടന്നത്. സംസ്കാര ചടങ്ങുകൾക്കു ശേഷം ആളുകൾ പിരിഞ്ഞു പോകുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ ആളുകൾക്കിടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. പുന്നത്തുറ സ്വദേശി ഓടിച്ച വാഹനമാണ് അപകടമുണ്ടാക്കിയത്. ഓട്ടോമാറ്റിക് ഗിയർ സംവിധാനമുള്ള കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു. ആദ്യം 2 സ്ത്രീകളെ ഇടിച്ച കാർ ഒരു പുരുഷനെയും ഇടിച്ചു തെറിപ്പിച്ചു. സ്ത്രീകളിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ നിന്ന് 5.5 വയസ്സുള്ള കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിന് തൊട്ടുമുൻപ് കുട്ടി കാറിന് മുന്നിലൂടെ കടന്നുപോയിരുന്നു. കിടങ്ങൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 24 കോട്ടയം. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി ഹർഷീന. കൂടെ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. തുടർ ചികിത്സ സൗജന്യമാക്കാൻ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ വേണമെന്നും ഹർഷീന ആവശ്യപ്പെട്ടു. വയറുവേദന തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് പിന്നാലെയാണ് ഹർഷീന 24-നോട് പ്രതികരിച്ചത്. കടുത്ത വയറുവേദനയെ തുടർന്നാണ് ഹർഷിന ഇന്നലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. CT സ്കാൻ ഉൾപ്പെടെ നിരവധി പരിശോധനകൾ നടത്തി. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കുടുംബം കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് തുടർ ചികിത്സ സൗജന്യമാക്കണമെന്ന ഹർഷിനയുടെ ആവശ്യം. എനിക്ക് ആരോഗ്യത്തോടെ ജീവിക്കണം. ആ ഒരു തുടർ ചികിത്സക്ക് ഞാൻ അത്രയും വേദന സഹിച്ചുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടു പോവുക. കാരണം എനിക്ക് വേദന വരുമ്പോഴേ ഹോസ്പിറ്റലിലേക്ക് പോകാൻ മറ്റൊരു സാമ്പത്തികാവസ്ഥ അല്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മാക്സിമം സഹിച്ചിട്ട് ഒരു വിധത്തിലും പറ്റാതെ നിൽക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു തുടർ ചികിത്സക്ക് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലോ ആ ഒരു ചികിത്സ സൗജന്യമായിട്ട് ഗവൺമെൻറ് നമുക്ക് അനുവദിച്ചു തരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിനൊരു നീക്കം ഉണ്ടാവണം എന്നുള്ളതാണ്. പോലീസിൽ നിന്ന് തനിക്ക് നീതി ലഭിച്ചു. അടുത്ത മാസം വിചാരണ ആരംഭിക്കും. പക്ഷേ ആരോഗ്യവകുപ്പ് തന്നെ മറന്നു. നഷ്ടപരിഹാരത്തിന്റെ കാര്യം പോലും സംസാരിക്കുന്നില്ല. താൻ അനുഭവിച്ച ശാരീരിക വേദനയേക്കാൾ വലുതാണ് ആരോഗ്യവകുപ്പിന്റെ അവഗണനയെ തുടർന്നുള്ള ഇപ്പോഴത്തെ മാനസിക വിഷമമെന്നും ഹർഷിന പറഞ്ഞു. മിഥില ബാലൻ, 24 കോഴിക്കോട്. റഷ്യൻ മനുഷ്യക്കടത്തിൽ തിരുവനന്തപുരം തീരദേശ മേഖലകളിൽ നിന്ന് കൂടുതൽ യുവാക്കൾ അകപ്പെട്ടെന്ന് സൂചന. സമൂഹമാധ്യമങ്ങൾ വഴി ഉയർന്ന ശമ്പളം ഉള്ള ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. യുവാക്കളെ തിരിച്ചെത്തിക്കാൻ ഇന്റർപോളുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങി. തീരമേഖലയിലെ യുവാക്കളെ ലക്ഷ്യമിട്ടാണ് മനുഷ്യക്കടത്ത് സംഘം വലതിരിച്ചത്. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് മുതൽ പൂവാർ മേഖലയിൽ നിന്നായി 20ഓളം യുവാക്കൾ റഷ്യൻ യുദ്ധഭൂമിയിൽ എത്തിയെന്നാണ് വിവരം. സമൂഹമാധ്യമങ്ങളിലൂടെ റഷ്യൻ സർക്കാരിൽ ഓഫീസ് ജോലി, ഹെൽപ്പർ, സെക്യൂരിറ്റി ഓഫീസർ ജോലികൾ വാഗ്ദാനം ചെയ്താണ് റിക്രൂട്ട് ചെയ്തത്. 1 വർഷം കഴിഞ്ഞാൽ റഷ്യൻ പൗരത്വം ഉറപ്പു നൽകി. 1,95,000 രൂപ പ്രതിമാസ ശമ്പളവും 50,000 രൂപ അലവൻസുമായിരുന്നു വാഗ്ദാനം. 1 വർഷത്തെ കരാറിലാണ് കൊണ്ടുപോയത്. ഡൽഹിയിൽ നിന്ന് മോസ്കോയിലേക്ക് നേരിട്ടും ഷാർജ വഴിയുമായിരുന്നു യാത്ര. റഷ്യയിലെത്തിയുടൻ പാസ്പോർട്ടുകൾ ഏജന്റുമാർ പിടിച്ചെടുത്തു. ആയുധ പരിശീലനം നൽകിയ ശേഷം റഷ്യൻ പട്ടാളത്തിന്റെ യൂണിഫോം ധരിപ്പിച്ച് യുക്രൈനുമായുള്ള യുദ്ധമുഖത്തെത്തിച്ചു. ഡൽഹി, മുംബൈ, ഹരിയാന, താനെ എന്നിവിടങ്ങളിലെ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ ഏജന്റുമാരാണ് കേരളത്തിലടക്കം മനുഷ്യക്കടത്ത് നടത്തിയത്. സംഭവത്തിൽ വിശദ പരിശോധനയ്ക്കായി CBI സംഘം വീണ്ടും എത്തുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. JS സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പുനഃസ്ഥാപിച്ചു. 7 ദിവസത്തേക്കാണ് സസ്പെൻഷൻ തുടരുക. ഹോസ്റ്റൽ ഒഴിയാൻ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, സസ്പെൻഷൻ തടഞ്ഞ നടപടി അത് റദ്ദാക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടാകുന്നത്. VC രാജിവെക്കുകയും ചെയ്തല്ലോ. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിൽ 33 വിദ്യാർത്ഥികൾ
പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പുനഃസ്ഥാപിച്ചു എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നേരത്തെ VC അവരെ തിരിച്ചെടുത്തിരുന്നു, അവരുടെ സസ്പെൻഷൻ റദ്ദാക്കിയിരുന്നു. എന്നാൽ ഗവർണർ ഒരു ഇടപെടൽ നടത്തുകയും അവരെ കൃത്യമായി തന്നെ സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി അത് തടയണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇപ്പോൾ പുതിയ നടപടി ഉണ്ടാകുന്നു. സസ്പെൻഷൻ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. 33 വിദ്യാർത്ഥികളും നിലവിൽ സസ്പെൻഷനിൽ തന്നെ തുടരുമെന്നുള്ളതാണ്. 7 ദിവസത്തേക്ക് സസ്പെൻഷനിൽ തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഹോസ്റ്റൽ ഒഴിയാൻ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഈ വിഷയം വലിയ വിവാദത്തിന് അടിസ്ഥാനമാവുകയും ചെയ്തിരുന്നു. തുടർന്ന് VCയുടെ രാജിയാണ് ഇന്ന് വൈകിട്ട് പുറത്തു വന്നത്. സുർജിത്ത്, വിവരങ്ങൾ. 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷനാണ് ഇപ്പോൾ വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഇവർ 7 ദിവസം കൂടി സസ്പെൻഷനിൽ തുടരേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. ഇതിന് തുടർച്ചയായാണ് ഇപ്പോൾ സസ്പെൻഷൻ നേരത്തെ സർവകലാശാല പിൻവലിച്ച വലിയ വിവാദമായിരുന്നു ഇത്. പൂക്കോട് സർവകലാശാലയിലെ 33 വിദ്യാർത്ഥികളുടെയും സസ്പെൻഷൻ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി അത് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. വാർത്താമഴ അവസാനിക്കുന്നു. നമസ്കാരം.